നമ്മളെ സെൽഫ് ഡെവലപ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഏത് രീതിയിലുള്ള വിശ്വാസങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്? ഇത് റിലീജിയസ് അല്ല. ഏത് തരത്തിലുള്ള ബിലീഫാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? നിങ്ങളെ വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ നിർത്തുന്ന ബിലീഫുകൾ എന്തൊക്കെയാണ്? ഇത് കൃത്യമായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്താണ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വിശ്വാസം എന്താണ്. ഒരു പക്ഷേ ഐ മസ്റ്റ് ബി പെർഫെക്റ്റ് ടു സക്സീഡ്, ഈ ഒരു വിശ്വാസത്തിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പെർഫെക്റ്റ് ആവണം എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ആ ക്വസ്റ്റ്യൻ ചെയ്യണേ, വേർ ഡിഡ് ഐ ലേൺ ദിസ്? എവിടെ നിന്നാണിത് ഞാൻ പഠിച്ചത്? എനിക്ക് എവിടെ നിന്നാണ് ഈ വിശ്വാസം കിട്ടിയത്? എന്നിട്ട് നമ്മൾ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാണ്. ഇതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഇതെന്നെ മുന്നോട്ട് നയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ പിന്നിലേക്ക് വലിക്കുകയാണോ ഈ വിശ്വാസം ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അത് ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് ഓക്കെ, മനസ്സിലാക്കി, ഇത് നമ്മളെ പെർഫെക്റ്റ് ആവണോ? പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആർക്കെങ്കിലും പെർഫെക്റ്റ് ആവാൻ കഴിയുമോ? എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്, ദെൻ ബി റെഡി ടു മേക്ക് മിസ്റ്റേക്സ്. നമ്മൾ മിസ്റ്റേക്സ് വരുത്താൻ തയ്യാറാവണം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് പഠിക്കണം, എന്താണ് മിസ്റ്റേക്ക് വന്നത്, എന്നിട്ട് നെക്സ്റ്റ് ടൈമിൽ നമ്മൾ വീണ്ടും അത് തിരുത്തിയിട്ട് വീണ്ടും ചെയ്യാൻ നിൽക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളെ ഇത് നമ്മളെ പിന്നിലോട്ട് വലിക്കുന്ന വിശ്വാസമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഒന്നില്ലെങ്കിൽ കീപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതൊരിക്കലും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് നെഗറ്റീവായിട്ടുള്ള വിശ്വാസമാണ്. അതിനെ നമ്മൾ മാറ്റി നിർത്തി എന്നിട്ട് നമ്മൾ വേറൊരു വിശ്വാസത്തിനെ, വേറൊരു തോട്ടിനെ അതിനെ പകരമായിട്ട് കൊടുക്കുക. അതായത് നമ്മൾ പെർഫെക്റ്റ് ആവാൻ പാടില്ല. നമ്മൾക്ക് ചെയ്യാൻ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ പോസിറ്റീവ് വിശ്വാസം നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാത്ത എന്ത് നെഗറ്റീവ് വിശ്വാസം വന്നു കഴിഞ്ഞാലും അത് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലിങ്ങനെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. അത് നമ്മളുടെ സമയവും നമ്മളുടെ എല്ലാ കഴിവും നമ്മൾക്ക് നഷ്ടപ്പെടുക എന്നല്ലാതെ ഒരിക്കലും നമുക്ക് ആ ഒരു രീതിയിൽ വലിയ സക്സസ്സിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. ശരിയല്ലേ? താങ്ക് യു സോ മച്ച്.